നിങ്ങക്ക് ഈ ഒരു സൊസൈറ്റിനോട്, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സൊസൈറ്റിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ബിക്കോസ് നോട്ട് ജസ്റ്റ് ഇൻഫെർട്ടിലിറ്റി കപ്പിൾസിനോടല്ലാതെ ഈ പുറത്തുനിന്ന് കേൾക്കുന്ന ഈ സൊസൈറ്റി ഉണ്ടല്ലോ, അവരോട് എന്താ പറയാ? അതിൽ ആദ്യം പറയാനുള്ളത്, ഇവര് മനസ്സിൽ കൊണ്ടുനടക്കുന്ന കനം ഭയങ്കര വലുതാണ്. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും അവർക്ക് വിഷമമാണ്. നമ്മൾ ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്യാനോ ഇവർക്ക് അറിയില്ല ഇവരെത്ര വിഷമത്തിലാണ് പോകണമെന്നുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അവരപ്പുറത്ത് പോയി കണ്ണുടക്കും, ഈ പ്രത്യേകിച്ച് സ്ത്രീകൾ. അപ്പൊ ഞാൻ വേണമെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻസ്, ഇപ്പൊ നിങ്ങൾ ആയില്ലേ, എന്താ ആവാത്തത്, പിന്നെ എത്ര വർഷമായല്ലോ, ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ലേ, അതൊന്നും അവരോട് ചോദിക്കേണ്ട യാതൊരുമില്ല. ആരെ കാണിക്കണം, എപ്പോ കാണിക്കണം, എങ്ങനെ കാണിക്കണം ഒക്കെ അവർക്കറിയാം. അവരിങ്ങോട്ട് ചോദിച്ചാലല്ലാതെ ഒരു സജഷൻ അവർക്ക് കൊടുക്കാണ്ടില്ല. കൊടുക്കരുത്. മനസ്സിലായോ? എന്ത് കാര്യത്തിലാണെങ്കിലും ഇൻഫെർട്ടിലിറ്റി ഉള്ള ഒരാളാണ് നമുക്കറിയാം. ഒരു ഭാര്യ ഭർത്താവും കുട്ടികൾ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം അവര് ചോദിക്കാതെ അങ്ങോട്ട് ചോദിക്കാണ്ടിരിക്കാം. കുട്ടികളായില്ലേന്നോ, എന്താ പ്ലാൻ എന്നോ, അത് നമ്മൾ എത്ര അടുത്ത ബന്ധുവാണെങ്കിൽ പോലും. നമ്മൾ വളരെ അടുപ്പുള്ള ഒരു സുഹൃത്തായിക്കോട്ടെ, നമ്മുടെ സ്വന്തം ബ്രദറിന്റെ വൈഫോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ അടുത്ത് അവർ ഇങ്ങോട്ടേക്ക് അത് ഓപ്പൺ അപ്പ് ആവാണ്ട് ഒരിക്കലും ചോദിക്കുകയും ചെയ്യരുത്, സജഷൻസ് കൊടുക്കുകയും ചെയ്യരുത്. അവിടെ ഡോക്ടറിന്റെ പോയി നോക്ക്, അവർക്ക് അവിടെ നിന്ന് പ്രഗ്നന്റ് ആയത് പോയി നോക്ക്, ഇത് ചോദിക്കാണ്ട് പറഞ്ഞു കൊടുക്കരുത്. ഇനി അതുമായി ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്തി അങ്ങനെ ഇരിക്കും, എന്താവാത്തത്, ഈ അന്ന് അങ്ങനെ ചെയ്തുകൊണ്ടാണ്, എനിക്ക് അങ്ങനെ തന്നെ വേണം, അങ്ങനെ പറയുന്ന അവസ്ഥ എന്തായിരിക്കും? അതാണ് അതിനോട് പറയാനുള്ള ഒരു കാര്യം. അവരുടെ ലൈഫ് അവര് ജീവിക്കട്ടെ, അതിൽ കയറി ഇടപെടാണ്ടിരിക്കണം. അപ്പൊ രണ്ടാമത്, മക്കളായില്ല എന്നത് ഒരു കപ്പിളിന്റെ പരാജയമല്ല, ഒരു ഭാര്യ ഭർത്താവ് ഹാപ്പി ആയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റും. ഭാര്യക്കും ഭർത്താവിനും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ചില ന്യൂസ് കേൾക്കുമ്പോൾ അതാണ് നല്ലതെന്ന് തോന്നിപ്പോ. അപ്പൊ അതാണ് അതിന്റെ റീസെന്റ് വന്നത് തന്നെ. അത്തരം മക്കളെക്കാട്ടിലും നല്ലത് ഇൻഫെർട്ടിലായിട്ട് ജീവിക്കുന്നതാണ് തോന്നിപ്പോ. പിന്നെ ഇൻഫെർട്ടിലിറ്റിയിൽ വരുന്ന നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്തൊരു സാധനം ഹോമോസെക്ഷാലിറ്റിയാണ്. അത് പലപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ്. ഈ ഇഷ്ടംപോലെ കേസസ് അതും നമ്മൾ കാണേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ നമ്മളിപ്പോ ഈ സെക്ഷൽ കൺസൾട്ടേഷനിലേക്ക് വരുമ്പോഴാണ് ഇത് മനസ്സിലാവുക. ഒരു അൺകൺസ്യൂമേറ്റഡ് മാരേജ് എന്ന് പറയും, ഒരു ഇതുവരെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ബന്ധപ്പെട്ടിരുത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവര് പരസ്പരം ഇതിനെ പറ്റി ചില ആൾക്കാർ കപ്പിൾസ് മിണ്ടി ഉണ്ടാവില്ല, ചിലയിൽ നന്നായിട്ട് സംസാരം നടക്കുന്നുണ്ട്, മടിയെടുക്കുന്നുണ്ടാവും. അപ്പൊ ഇതില് ഇൻഡിവിജ്വലി നമ്മൾ കോൺസെൻട്രേഷൻ എടുക്കുമ്പോഴാണ് പലപ്പോഴും ഇത് പറയാം. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു ആണ് ഹോമോസെക്ഷൽ ആയി പോകുന്നത് അല്ലെങ്കിൽ പെണ്ണ് ഹോമോസെക്ഷൽ ആയി പോകുന്നതും അവര് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീറ്റ് ഞാൻ ഇന്ന് മുതൽ ഞാൻ ഒരു ആൺകുട്ടി ഇഷ്ടപ്പെടുള്ളൂ എന്നൊരു ആൺകുട്ടി വിചാരിക്കുന്നതല്ല, ഒരു പെണ്ണ് അങ്ങനല്ല. അത് ഇവഞ്ച്വലി അല്ലെങ്കിൽ അവരുടെ ഒരു ജനറ്റിക് ആയിട്ടുള്ള കാര്യത്തിൽ എന്തോ കാരണം ഇപ്പോഴും വ്യക്തമല്ല. അതിന്റെ കാരണം എന്താന്ന് ഇപ്പോഴും കണ്ടുപിടിക്കപ്പെട്ടില്ല. അവർക്കാർക്കും ഹോർമോണൽ പ്രശ്നങ്ങളും ഇല്ല. പലപ്പോഴും പേരൻസ് കൊണ്ടുവരാറുണ്ട് ഇല്ലേ, മെഡിസിൻസ് കൊടുക്കാതെ ഹോർമോൺ പ്രശ്നം കൊണ്ടാണ് അത് മാറ്റാൻ പറ്റുന്ന നമ്മളടുത്ത് കൊണ്ടുവരാറുണ്ട്. പക്ഷെ അതങ്ങനല്ല, ഹോർമോണൽ വേരിയേഷൻസ് അവർക്കില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തത്, പുരുഷന്മാരാണെങ്കിൽ അവരുടെ സെമൻ അനാലിസിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല. എന്തെങ്കിലും പോപ്പുലേഷൻ റേറ്റ് നോക്കി അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളുണ്ടാവും. 3-4 കുട്ടികളുള്ള ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആണുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിലെന്താ വെച്ചാല്, കല്യാണത്തിന്റെ കോർ എലമെന്റും കോർ പർപ്പസും ലൈംഗികതയാണ്. എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാൽ എന്റെ കാര്യങ്ങൾ, വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാൾ, അതൊക്കെ ആൾക്കാർ വെറുതെ തള്ളുന്ന, അതിന്റെ പിന്നിലൊക്കെ എത്തുന്ന ഒരു മെയിൻ സംഗതി ഇതാണ്. ഇതിപ്പോ ഞാൻ എപ്പോഴും ഒരു കഥ പറയലുണ്ട്. നമ്മൾ ഒരു വീട്ടിലൊരു ഡോഗിനെ വാങ്ങി, പിന്നെ കള്ളം വരുമ്പോൾ ഈ ഡോഗ് കുരക്കണം, അതിന് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പൊ ബോൾ എറിഞ്ഞാൽ ഓടിപ്പോകുന്ന ഡോഗ് ബോൾ എടുത്തുകൊണ്ട് വരുന്നു, ആൾക്കാരെ കാണുമ്പോൾ വാലാട്ടുന്നു, ചാടിക്കളിക്കുന്നു, വലിയ ഡോഗ്, ഭയങ്കര ക്യൂട്ട് ഡോഗ്. കള്ളം വന്നപ്പോൾ മാത്രം ഇയാൾ കുരച്ചില്ല. നമ്മളെ ഡോഗിനെ എന്താക്കും? നമ്മളതിനെ വിൽക്കുകയാണെങ്കിൽ ഷക്കിൽ കെട്ടി ഇവിടെ കൊണ്ടുവരികയൊക്കെ ചെയ്യും. കല്യാണത്തിന്റെ കേസിൽ സെക്സി ഡോഗ് പോലെയാണ്. അപ്പോൾ അത് പ്രോപ്പർലി വർക്കൗട്ട് ആകുന്നില്ലേ, നിങ്ങൾ എത്ര നേരത്തെ തിരിച്ചറിയാം, അടുത്ത ഒരു സൊല്യൂഷനിലേക്ക് ഇവർ പോകണം. ഇനി ഇതിൽ ഡിവോഴ്സ് ആയി പോകുന്ന സിറ്റുവേഷനിലേക്ക് എത്തണമെങ്കിൽ രണ്ടുപേർക്കും സന്തോഷമാണത്. ഇത് മനസ്സിലാക്കേണ്ടത് പാരന്റ്സ് ആണ്. ഇവരിത് വിടൂല, ഇവരെങ്ങനെയെങ്കിലും ഒപ്പിച്ചു. പിന്നെ ഇങ്ങനെ ഡിവോഴ്സ് ആയ കേസിൽ ഓൾക്ക് എന്തോ അവിഹിതം വരെ കുറച്ച് പാരന്റ്സ് ഉണ്ട്, ഇഷ്ടം പോലെ കേസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര വിഷമാണ് നമുക്ക് കേൾക്കുമ്പോ. ഇതാണെന്ന് ഇവര് പരസ്യമായി സമ്മതിക്കുകയും അത് വീട്ടുകാരെ പുറത്തൊന്നും പറയണ്ടാണ്, വീട്ടുകാരെ ബോധിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിവോഴ്സായി രണ്ടുപേരും ഹാപ്പി ആയിട്ട് ജീവിക്കും. അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി പാരന്റ്സ് ഹെൽപ്പ് ചെയ്യണം. ഈ കപ്പിൾസിലും ആ ഒരു ബോധം ഉണ്ടാവണം. നമ്മൾ കെട്ടിപ്പൂട്ടിയൊന്നും വെക്കരുത്. കാരണം എത്ര കാലം കഴിഞ്ഞാൽ ഇത് പുറത്തിരും ഒക്കെ വിഷമങ്ങൾ ഉണ്ടാവും. അതിന് മുമ്പ് നേരത്തെ തിരിച്ചറിഞ്ഞ് നമ്മളത് ഒരു സൊല്യൂഷനിലേക്ക് എത്തിയാൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇത്തരം ആൾക്കാരെ കാണേണ്ടി വരുന്ന നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ വൈക്കൂടെ നിങ്ങളാരും അല്ല ഇടപെടേണ്ട, കളിയാക്കൽ വേണ്ട. കാരണം അവര് മനഃപൂർവ്വം ചൂസ് ചെയ്ത ഒരു പാത്തല്ലത്, അവരങ്ങനെ ആയിപ്പോയതാണ്. അപ്പം അതിന് അവർക്ക് തന്നെ റോളില്ല.
പിന്നെ നമ്മൾ അവരെ കുറ്റപ്പെടുന്ന കാര്യം, അവരെ കുറ്റപ്പെടുത്തുന്ന യാതൊരു ഒരു കാര്യമില്ല. സോഫാർ അതിന്റെ കാരണവും കണ്ടുപിടിക്കപ്പെട്ടില്ല, അതിനൊരു സൊല്യൂഷനും ഇല്ല. അവരായിട്ട് ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് അവരോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യം. അതാണ് ചെയ്യേണ്ടതും. അവരെ വഴിക്ക് വിടുക. ഓക്കെ. സോ ഫൈനലി ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാല്, ഇങ്ങനെ നിൽക്കുന്ന കപ്പിൾസ് ഹോപ്പ് നഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, ഇനി ചാൻസ് ഇല്ലാന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ ആൾക്കാരുണ്ടാവും, ആൻഡ് കംപ്ലീറ്റ്ലി ഹോപ്പ്ലെസ് ആയിട്ട് നിങ്ങളെ കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. എന്താ അവരോട് പറയാനുള്ളത്? ഇത് ഒരു കാര്യം മാത്രം ലൈഫിലെ, ഇത് ബേബി ഉണ്ടാവുക, ഒരു പാരന്റ് ആവുക എന്നുള്ളത് ലൈഫിലെ ഒരേ ഒരു കാര്യമാണ്. ഈ ഒരൊറ്റ കാര്യം മാത്രമല്ലല്ലോ ലൈഫിലുള്ളത്. ബാക്കി എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റും. സ്ത്രീകൾക്ക് പറ്റും, പുരുഷന്മാർക്ക് പറ്റും, അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പറ്റും അല്ലെ? ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഇത് മാത്രമാണ് ലൈഫ്, ഇതാണ് ലൈഫ് എന്ന് ഉള്ള കാര്യമാണ് ഫസ്റ്റ് ഒഴിവാക്കേണ്ടത്. അവരെ ഒഴിവാക്കണം, അവരുടെ ചുറ്റിലുള്ളവരെ ഒഴിവാക്കണം. ശരിക്കും ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല എന്ന് അറിയുന്ന ഒരു മൊമെന്റ് ഭയങ്കര ഒരു വിഷമമാണ്. ഇപ്പൊ എനിക്ക് ക്ലിനിക്കിൽ എന്താ വെച്ചാൽ, ഹോമിയോപ്പതിയിലെ ആൾക്കാർ വരുമ്പോൾ എല്ലാം കഴിഞ്ഞ ആൾക്കാർ വരിക. ആരോ പറയും ഹോമിയോപ്പതി ഓപ്പൺ, എന്തായാലും അവർക്ക് ഈ അസൂസ്പെർമി അല്ലെങ്കിൽ പിന്നെ ഈ ഓവറേഷനുമായി ബന്ധപ്പെട്ട കാര്യം അറിയാത്തവരങ്ങനെ ജനറ്റിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ക്രോമസോം ഇഷ്യൂസ് ഉള്ളവരുണ്ടാവും, പിന്നെ ചെറിയ ഓവറി ഉള്ളവരുണ്ടാവും, ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെ ക്ലിനിക്കിലെത്തി ഇനി നമ്മൾ ഉണ്ടാവില്ല, നമ്മുടെ അടുത്തും ഹോപ്പില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു 10-15 മിനിറ്റ് പറയലെന്നെ ഭയങ്കര ഒരു വിഷമമാണ്. നമുക്കത് ഭയങ്കര വിഷമ. ഒരാളെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ലട്ടോ എന്ന് നമുക്ക് പറയാൻ നമുക്ക് പ്രയാസമാണ്. നമ്മളിത് ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനല്ലേ ഞാൻ ആദ്യം സാധ്യത കുറവാട്ടോ നമ്മൾ പറയുള്ളൂ. അപ്പൊ കുറവല്ല, നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാം. പിന്നെ അവർക്കൊരു ഉറപ്പാണ് അവർ കുറവാണെന്നല്ല, വളരെ കുറവാണ്, എങ്ങനെയെങ്കിലും നോക്കണം അവർ വീണ്ടും പറയും. അപ്പൊ ഒരു സാധ്യത പിന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പൊ ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്ന് കാര്യം, കാരണം അവസാനത്തിൽ ഹോപ്പായിട്ട് നമ്മുടെ എത്തിണ്ടാവുക. അവരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഇത് ഒന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാനുള്ളത് അവർ മനസ്സിലാക്കുക. നമുക്കിനി അതിലൊരു സംഗതി ഇല്ല, മിറാക്കിൾസ് ഒക്കെ പഠിച്ചോ തന്നാലായി. അപ്പം ചികിത്സയുടെ പിന്നാലെ പോകുന്നതിന് പകരം വ്യക്തിപരമായിട്ട് ഇൻഡിവിജ്വലി നമുക്ക് ഗ്രോ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആദ്യം ഇത് മനസ്സിലാക്കാൻ തന്നെ, ഈ ഒരു പ്രശ്നത്തിലാണ് ഞാൻ, ഇനി ഒരു സംഗതി ഇല്ല എന്ന് മനസ്സിലാക്കാൻ തന്നെ മാസങ്ങൾ എടുക്കും കേട്ടോ. അത് രണ്ട് കപ്പിളും മനസ്സിലാക്കണം. പെട്ടെന്നൊരു ദിവസം ഇനി വെക്കണം മുമ്പോട്ട് അങ്ങനൊന്നും ആരെത്തൂല. മാസങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു സ്റ്റേജിലേക്ക് അവർ എത്തുള്ളൂ. എന്നിട്ട് വേണേ കരിയർ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, നിങ്ങളിപ്പോ ചെയ്യുന്ന പ്രൊജക്ട് പോലെ സംഗതികളാവാം, ഇത്തരം സംഗതികളൊക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം ഒത്തിരി ഇത്തരം ആൾക്കാരെ കാണുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഞാൻ മാത്രമല്ല എന്നുള്ള ഒരു ഇതിലേക്ക് എത്തുമ്പോൾ തന്നെ അവർക്ക് ഒരു കോൺഫിഡൻസ്, ഒരു പോസിറ്റിവിറ്റി ഒക്കെ കിട്ടും. അത് വെച്ച് കരിയർ ബിൽഡ് ചെയ്യുക. ലൈഫ് ഇത്രയല്ലേ ഉള്ളൂ, മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക. കിട്ടുന്ന സമയവും കിട്ടുന്ന ആയുസും നന്നായിട്ട് ജോലി ചെയ്യുക, ട്രിപ്പ് അടിക്കുക, വേറെ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാണ്ട് വൈബില് നടക്കുക. ആ ചുറുചുറുക്കൊന്നും കീപ്പ് ചെയ്യുക, എക്സസൈസ് റെഗുലർലി ചെയ്യുക. ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പാരന്റ്സ് അല്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല. ഇപ്പൊ കുട്ടികൾ, ഇപ്പൊ ഞങ്ങൾക്ക് 3 കുട്ടികളുണ്ട്. ഒരു ട്രിപ്പ് പെട്ടെന്ന് 10 ദിവസത്തിന് പോകണമെന്ന് വെച്ചാൽ ഒരു നിലക്ക് ക്ലിനിക്ക് വേണമെങ്കിൽ നമുക്ക് എല്ലാവരും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റും. പക്ഷെ അവരുടെ സ്കൂളിങ്, അവരുടെ കംഫർട്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ ഈ ഇല്ലായികയിൽ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. അത് പഠിച്ചവൻ എല്ലാവർക്കും അറിഞ്ഞ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സമയം വരുമ്പം വരികയാണെങ്കിൽ വരട്ടെ, വന്നില്ലെങ്കിൽ നമ്മളെ പടച്ചവൻ ക്രിയേറ്റ് ചെയ്തത് ആ ഒരു കാര്യത്തിനല്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇതിലെന്താ വെച്ചാൽ, ഇപ്പൊ നിങ്ങള് ഏതൊരാവൂല ഇതിൽ ചെയ്തോളൂ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റേജിലേക്ക് അവരെത്താനുള്ള നമ്മളത് കാണാൻ തോന്നുന്നില്ല. ആ വിഷമം ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു, കാരണം അപ്പോഴും ഈ പാരന്റ്സിന്റെ അടുത്തുള്ള ഈ കുറ്റപ്പറച്ചിലും ഈ റിലേറ്റീവ്സിന്റെ സാധനമൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പൊ ആ വിഷമം കടന്നു പോയി ഒരു സാച്ചുറേറ്റഡ് പോയിന്റ് എത്തി. ഇനി എനിക്ക് ഇങ്ങനെ പോയാൽ പോരാന്ന് തോട്ടിലെത്താനുള്ള ഒരു സമയം, നല്ലൊരു സമയമാണ്. അത് ഒരു 6 മന്ത് 1 ഇയറോ 2 ഇയേഴ്സ് ഒക്കെ എടുത്തേക്കാം. ആ സമയത്തൊക്കെ 2 കപ്പിളും പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകണം. ഇപ്പൊ പരസ്പരമുള്ള സപ്പോർട്ടാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം. അറ്റ് ദ എൻഡ് ഇനിയിപ്പോ കുട്ടികൾ ഉണ്ടായാലും അറ്റ് ദ എൻഡ് കപ്പിള് തമ്മിലാണ് ലൈഫ് വരുന്നത് അല്ലെ. കുട്ടികള് യാമിലീനൊക്കെ ഒരു പ്രായമായാലും അവര് പഠിച്ച് അവര് ജോലി അവരുടെ ലൈഫ് അവര് പോകും. അപ്പോഴും ബാക്കിയാവുന്നത് ഈ കപ്പിളാണ്. അപ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സപ്പോർട്ട് ചെയ്തു. ട്രീറ്റ്മെന്റിന് വരുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ 2 പേർക്കും മെഡിസിൻസ് കൊടുക്കും. ഒരാൾക്ക് പ്രോബ്ലം ഉള്ളെങ്കിൽ 2 പേർക്കും മെഡിസിൻസ് കൊടുക്കും. കാര്യം അങ്ങനെ പോയാലേ അത് ഒരു എന്താ പറയാ ബാലൻസിൽ പോവുള്ളൂ. 2 പേരും മെഡിസിൻസ് എടുക്കുന്നു, 2 പേരും ഒരുമിച്ച് ട്രീറ്റ്മെന്റ് എടുത്താലേ പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി വെക്കാവുള്ളൂ. അങ്ങനെ ഇത് ഒരു പാർട്ണർഷിപ്പ് പരിപാടി ആയതുകൊണ്ട് തന്നെ 2 പേരും ഒരേ ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുക്കണം.
ഇനി ചുറ്റുള്ളവർ പറയാനുള്ളത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേദനിപ്പിക്കാണ്ട് ഉപദ്രവിക്കാണ്ടിരിക്കാം. മിണ്ടാണ്ടിരുന്നാൽ മതി. ആ ആ ഒന്നും മിണ്ടാൻ തന്നെ അത് നല്ലൊരു സപ്പോർട്ടാണ്. ആ. ഇത് ഒബ്വിയസ്ലി നമുക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് ഇതുവരെ നമ്മൾ എന്തായാലും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിലേക്കാണെങ്കിലും കൂടുതൽ ട്രീറ്റ്മെന്റ്സ് അവർക്ക് അതിന്റെ പറ്റിയിട്ടുള്ള ബേസ് നമ്മൾ കൂടുതൽ പുഷ് ചെയ്യാറുണ്ട്. ഒന്നുമല്ല, ഒബ്വിയസ്ലി അവർ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അടുത്ത് വരാറ്. അപ്പോൾ പക്ഷെ ശരിക്കും നമുക്ക് കിട്ടേണ്ട കുറച്ചും കൂടെ എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ളതും വിസ്ഡമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമല്ലോ. സോ ദാറ്റ് വാസ് റിയലി എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് വിത്ത് ബോത്ത് ഓഫ് യു. ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവൻ ടീം ഹോപ്പ് പവൻ തന്നെയാണെങ്കിലും നിങ്ങളുടെ അടുത്തുള്ളത് ഈ ഒരു കേൾക്കുന്ന എല്ലാവർക്കും ഷുവർ ഇതെല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കേൾക്കുന്നത്. ജസ്റ്റ് ഒരു ഇന്റർവ്യൂ മാത്രം ആവില്ല. ബിക്കോസ് കുറെ ഡോക്ടേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ആവശ്യമില്ലാതെ ഭയങ്കരമായിട്ട് റൂഡായിട്ട് സംസാരിച്ചു എന്നോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സംസാരിച്ച് വിട്ടു എന്നോ ഒന്നും പ്രത്യേകിച്ച് ഒരു സമാധാനിപ്പിക്കൽ പോലും ഇല്ലാതെ വിട്ട കേസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ അടുത്ത് വന്ന് വിഷമം പറയാറുണ്ട്, ഡോക്ടേഴ്സ് ഇങ്ങനെയാ പറഞ്ഞേ, അല്ലെങ്കിൽ മരുന്ന് കുടിച്ച് മടുത്തു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് കേട്ട സമയത്ത് ഒരിക്കലും ഐ ഡോണ്ട് തിങ്ക് സോ നിങ്ങളെ പേഷ്യൻസ് അങ്ങനത്തെ ഒരു വിഷമം പറയുന്ന ആൾക്കാരാവില്ല എന്ന് തോന്നി. സോ ദാറ്റ്സ് ഒബ്വിയസ്ലി അതെ അതെ അതെന്തോ അങ്ങനെ തന്നെ ആവട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. സോ ദാറ്റ്സ് ഇറ്റ്.